ഇന്ന് സോഷ്യൽ മീഡിയയിൽ മലയാള സിനിമാ താരം വിനായകൻ പങ്കുവച്ച ഒരു കുറിപ്പ് വ്യാപകമായ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും പരാമർശങ്ങൾക്കും സഹതാപങ്ങൾക്കും മറുപടിയായാണ് വിനായകൻ ഈ വികാരഭരിതമായ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത്. കുറിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ കടുത്തതും വികാരപരവുമാണ്. വിനായകൻ എഴുതുന്നത് ഇങ്ങനെ: വിനായകന്റെ കൂടെയുള്ള ജനം ഇപ്പോഴും വിനായകന്റെ കൂടെ തന്നെയുണ്ട്. അതിന്റെ എണ്ണം കൂടിയിട്ടേയുള്ളൂ. നിന്റെയൊക്കെ വീട്ടില് അമ്മയും അച്ഛനും ഭാര്യയും മക്കളും തളർന്നുകിടക്കുമ്പോ നീയൊക്കെ തൊലിച്ചാൽ മതി. വിനായകൻ എപ്പോ ചാവണമെന്ന് കാലം തീരുമാനിക്കും. നിന്നെയൊക്കെ പോലെ ചെറ്റ പൊക്കാനോ ഗർഭം കലക്കാനോ പോയപ്പോൾ പറ്റിയ പരിക്കല്ല. വിവരമുണ്ടെന്ന ധാരണയിൽ വിവരമില്ലാത്തവന്മാരെ വിശ്വസിച്ച് ചെയ്ത ജോലിക്കിടയിൽ പറ്റിയ പരിക്കാണടാ. വിനായകൻ ചത്താലും ജീവിച്ചാലും ഈ ലോകത്ത് ഒന്നും സംഭവിക്കാനില്ല. കർമ്മ എന്താണെന്ന് നീയൊന്നും വിനായകനെ പഠിപ്പിക്കണ്ട. വിനായകന്റെ കർമ്മഫലം വിനായകൻ അനുഭവിച്ചോളും. അതുകൊണ്ട് പ്രാക്കും കാപട്യത്തിന്റെ സഹതാപവും ഇങ്ങോട്ട് വേണ്ട. എന്റെ തന്തയും ചത്തു, സഖാവ് വി.എസും ചത്തു, ഉമ്മൻചാണ്ടിയും ചത്തു, ഗാന്ധിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരനും ചത്തു, ജോർജ് ഈഡനും ചത്തു. നിന്റെയൊക്കെ അമ്മയുടെ നായർ ചാണ്ടിയാണേൽ അയാളും ചത്തു. ചത്തു ചത്തു ചത്തു. അഹംഭവിച്ചവനല്ല വിനായകൻ, അഹങ്കരിച്ചവനാണ് വിനായകൻ. കാലം എന്നെ കൊല്ലുന്നതുവരെ ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ജയ് ഹിന്ദ്, മെറി ക്രിസ്മസ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വിനായകന്റെ ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. പിന്തുണയുമായി ഒരു വിഭാഗം ആരാധകർ രംഗത്തെത്തുമ്പോൾ മറ്റൊരു വിഭാഗം കടുത്ത വിമർശനങ്ങളുമായാണ് പ്രതികരിക്കുന്നത്. വിനായകന്റെ വാക്കുകൾ വ്യക്തിപരമായ തുറന്നുപറച്ചിലാണോ അതോ അതിരുകടന്ന പ്രതികരണമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ.